കർമ്മ ബ്രേക്കിംഗ് പുറത്തുവരുന്നു. ഹമാസ് മേധാവി യഹ്യ സിൻവാറിന് അമേരിക്കയുടെ മരണ വാറണ്ട്. ഹമാസ് തലവന്റെ കൈകളിൽ അമേരിക്കക്കാരുടെ രക്തം പുരണ്ടിട്ടുണ്ടെന്നും ഇനി അധിക നാൾ ഹമാസ് തലവൻ ആയുസില്ലെന്നും മുന്നറിയിപ്പ്. ബ്രേക്കിംഗ് റിപ്പോർട്ടിലേക്ക്. ഹമാസ് മേധാവി യഹ്യ സിൻവാറിന്റെ ദിനങ്ങൾ എണ്ണപ്പെട്ടു എന്ന് തുറന്നടിച്ച് അമേരിക്ക പരസ്യമായി രംഗത്തെത്തിയിരിക്കുകയാണ്. US സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സള്ളിവന്റെ ഇസ്രായേലിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇത്തരം പരാമർശങ്ങൾ ഉണ്ടായത്. ഹമാസ് മേധാവി യഹ്യ സിൻവാറിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു എന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തിയ ഇദ്ദേഹം ഇപ്പോൾ ഈ പ്രസ്താവന ലോകമാകെ വൈറലായി മാറിയിരിക്കുകയാണ്. മറ്റ് ഹമാസിന്റെ നേതാക്കളെല്ലാം ഖത്തറിലും അറബ് രാജ്യത്തും അഭയം തേടിയപ്പോൾ യഹ്യ സിൻവാർ യുദ്ധസമയത്ത് ഗാസയിൽ അകപ്പെട്ടു പോവുകയായിരുന്നു, ഗാസയിൽ കുടുങ്ങിപ്പോവുകയായിരുന്നു. ഹമാസ് മേധാവി യഹ്യ സിൻവാർ ഇപ്പോൾ ഗാസയിലാണുള്ളത്. എന്നാൽ എവിടെയെന്ന് വ്യക്തമായിട്ട് അറിയില്ല. ഏതോ മാളത്തിൽ ഒളിച്ചിരിക്കുന്നു. ഇയാളെ കൊല്ലുവാൻ വേണ്ടി നിരവധി നീക്കങ്ങളാണ് ഇസ്രായേൽ US തലത്തിൽ നടക്കുന്നത്. ഹമാസ് തലവനെ വധിക്കാൻ വൻ നീക്കമാണ് ഇസ്രായേലും നടത്തുന്നത്. ഇസ്രായേൽ നേതാക്കൾ ഹമാസിന്റെ തലവനായ യഹ്യ സിൻവാറിനെ ചത്ത മനുഷ്യൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ജീവിക്കുവാൻ ഒട്ടും യോഗ്യനല്ലാത്ത ആൾ, ഒരു ദയയും അർഹിക്കാത്തവൻ എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്. ഗാസ മുനമ്പ് ഭരിക്കുന്ന സുന്നി ഇസ്ലാമിക് രാഷ്ട്രീയ സൈനിക സംഘടനയായ ഹമാസിന്റെ പൊളിറ്റിക്കൽ തലവനാണ് യഹ്യ സിൻവാർ. 1989 2 ഇസ്രായേലി സൈനികരെ അടക്കം 4 പേരെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ ആളാണ് ഈ യഹ്യ സിൻവാർ. ഇയാളുടെ മുൻകാല ചരിത്രം ചോര പുരണ്ടതും ഭീകര പ്രവർത്തനങ്ങൾ നടത്തി വളർന്നു വന്നിട്ടുള്ള ആളുമാണ്. ഇസ്രായേൽ പട്ടാളക്കാരെ വധിച്ചതിനുമായി ബന്ധപ്പെട്ട കേസിൽ യഹ്യ സിൻവാറിന് ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. തുടർന്ന് ഹമാസ് മറ്റൊരു നീക്കത്തിലൂടെ ഇസ്രായേലി സൈനികരെ തട്ടിക്കൊണ്ടുപോവുകയും ഇയാളെ വിട്ടയക്കുവാൻ ആവശ്യപ്പെടുകയും ഒടുവിൽ ഒരു ഉപാധിയുണ്ടാക്കി ഇയാളെ ഇസ്രായേൽ ജയിലിൽ നിന്ന് മോചിപ്പിക്കുകയായിരുന്നു. 2011 ഇസ്രായേൽ തടവുകാരുടെ കൈമാറ്റം നടക്കുന്ന വേള വരെ ഇയാൾ 22 കൊല്ലം യഹ്യ ഇസ്രായേൽ ജയിലിലായിരുന്നു. ഹമാസിന്റെ സുരക്ഷാ സംവിധാനത്തിന്റെ പ്രധാന സ്ഥാപകനാണ് യഹ്യ സിൻവാർ. 2015 സെപ്റ്റംബറിൽ യുണൈറ്റഡ് നേഷൻസ് അമേരിക്ക ഗവൺമെന്റ് സിൻവാറിനെ തീവ്രവാദിയായിട്ട് പ്രഖ്യാപിച്ചു. ഹമാസിന്റെയും മറ്റ് അനുബന്ധ സംഘടനകളുടെയും ഭീകരവാദ ബന്ധം മനസ്സിലാക്കി യൂറോപ്യൻ യൂണിയനും പാശ്ചാത്യ രാജ്യങ്ങളും യഹ്യ സിൻവാറിനെ ഭീകരനായിട്ട് പ്രഖ്യാപിച്ചു. ഇപ്പോൾ ലോകത്തെ അമ്പരപ്പിച്ചും അറബ് രാജ്യങ്ങളെ ഞടുക്കിയും ഒരു മുതിർന്ന US ഉദ്യോഗസ്ഥൻ സിൻവാറിനെ കുറിച്ച് പരസ്യമായി സംസാരിക്കുന്നത് ഇതാദ്യമാണ്. എത്ര സമയമെടുക്കും ഇയാളെ കൊല്ലുവാൻ എന്ന് പറയുന്നത് ശരിയല്ല. എന്നാൽ ഹമാസ് തലവൻ യഹ്യ സിൻവാറിന്റെ ദിനം എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. നീതി നടപ്പാക്കും. മുതിർന്ന അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥൻ US വേണ്ടി പറഞ്ഞത് ഇങ്ങനെയാണ്: സിൻവാറിന്റെ കൈകളിൽ അമേരിക്കക്കാരുടെ രക്തമുണ്ട്. അമേരിക്കക്കാരെ കൊന്ന രക്തമാണ് അയാളുടെ കൈകൾ നിറയെ. അതിന്റെ ഉത്തരം അദ്ദേഹത്തിന്റെ നാളുകളുടെ ദൈർഘ്യം കുറയ്ക്കും എന്നാണ് ഇസ്രായേലിൽ അമേരിക്കയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വാർത്താ സമ്മേളനത്തിൽ തന്നെ വ്യക്തമാക്കിയത്. കൊലയാളികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയാം. അമേരിക്കക്കാരെ വധിക്കാൻ നേതൃത്വം നൽകിയ ആളാണ് ഈ ഭീകരൻ യഹ്യ സിൻവാർ എന്നും US കുറ്റപ്പെടുത്തി. ഒക്ടോബർ 7 ഹമാസിന്റെ ആക്രമണത്തിൽ 38 അമേരിക്കക്കാർ കൊല്ലപ്പെട്ടിരുന്നു. ഗാസയിൽ തടവിലാക്കിയ 135 ബന്ദികളിൽ 8 US പൗരന്മാർ ഇപ്പോഴും ഉണ്ട്. ഇതെല്ലാം സൂത്രധാരൻ ചുക്കാൻ പിടിക്കുന്നത് യഹ്യ സിൻവാർ എന്ന US ഭീകരനായിട്ട് പ്രഖ്യാപിച്ച ഹമാസിന്റെ ഗാസയിലെ തലവനാണ്, പൊളിറ്റിക്കൽ ലീഡറാണ്. വലിയ ഭീകരനാണ് എങ്കിലും യഹ്യ സിൻവാർ ഒരു ഭീരുവാണ്. ഇസ്രായേലുമായുള്ള ഹമാസിന്റെ യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ വടക്കൻ ഗാസയിൽ നിന്ന് ഒരു സാധാരണ പൗരന്മാർ സഞ്ചരിച്ച വാഹനത്തിന്റെ ഇടയിൽ യാത്രക്കാർക്കിടയിൽ ഒളിച്ചിരുന്ന് തെക്കോട്ട് ഒളിച്ചു കിടന്ന ആളാണ് ഈ യഹ്യ സിൻവാർ. ജീവനും കൊണ്ട് അന്ന് രക്ഷപ്പെടുകയായിരുന്നു. അതിനുശേഷം വടക്കൻ ഗാസയിലെ ഇയാളുടെ വീട്ടിൽ പരിശോധന നടത്തി. അവിടെയൊന്നും യഹ്യയെ ഇസ്രായേൽ സൈന്യത്തിന് കാണുവാൻ സാധിച്ചിട്ടില്ല. നിരവധി വീടുകളാണ് ഇദ്ദേഹത്തിന് വടക്കൻ ഗാസയിലും തെക്കൻ ഗാസയിലുമായിട്ടുള്ളത്. വടക്കൻ ഗാസയിൽ ഇദ്ദേഹത്തിന്റെ വീടുകളെല്ലാം തന്നെ ഇസ്രായേൽ സൈന്യം തകർത്തു. ഗാസയ്ക്ക് പുറത്തു പോകാത്ത രീതിയിൽ വലിയ ജാഗ്രതയിലാണ് ഇപ്പോൾ ഇസ്രായേൽ.
ഹമാസിന്റെ തലവനെ വധിച്ചു കഴിഞ്ഞാൽ ഹമാസിന്റെ എല്ലാ ശക്തിയും നിർവീര്യമാകും. ബാക്കിയുള്ള ഹമാസിന്റെ നേതൃത്വമെല്ലാം ഖത്തറിലും മറ്റുമാണ്, ഇസ്ലാമിക രാജ്യങ്ങളിലാണ്, ഗൾഫ് കൺട്രീസിലാണ്. അതുപോലെ ഇവിടുത്തെ ഹമാസിന്റെ പൊളിറ്റിക്കൽ ലീഡർ, ഏറ്റവും വലിയ നേതൃസ്ഥാനം അലങ്കരിക്കുന്ന യഹിയ സിൻവയുടെ തകർച്ചയോടെ ഹമാസ് പരിപൂർണമായിട്ടും ഗാസയിൽ ഇല്ലാതാകും എന്നുള്ള കണക്കുകൂട്ടലിൽ ഇപ്പോൾ ഈജിപ്തിന്റെ കവാടത്തിലൂടെ, അതിർത്തിയിലൂടെ ഒളിച്ചു കടക്കുന്നത് അടക്കം തടയുവാനുള്ള വലിയ ജാഗ്രതയിലാണ് ഇസ്രായേൽ സൈന്യം. ഒളിച്ചിരുന്ന സ്ട്രിപ്പിന്റെ വടക്ക് ഭാഗത്ത് നിന്ന് പലായനം ചെയ്ത് തെക്കൻ ഗാസ നഗരമായ ഖാൻ യുനീസിൽ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നാണ് ഇസ്രായേൽ സൈന്യം വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഖാൻ യുനീസ് നഗരം മുഴുവൻ അവിടെ ഇസ്രായേൽ സൈന്യം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒളിവിലായതിനാൽ ഒന്നിലധികം വീടുകൾ ഖാൻ യൂനിസിൽ ഇദ്ദേഹം മാറി മാറി ഉപയോഗിക്കുന്നതായിട്ടാണ് വിവരം. ഡിസംബർ 6-ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഇയാളുടെ വീട് വളഞ്ഞിരുന്നു. അതിനു മുമ്പ് തന്നെ, ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. മറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, സിൻവാറിന്റെ തലയ്ക്ക് $4 ലക്ഷം വിലയിട്ടിരിക്കുകയാണ്. $4 ലക്ഷം ഇയാളുടെ തലയ്ക്ക് ഇപ്പോൾ ഇട്ടിരിക്കുന്ന വില. എന്നാൽ ഹമാസിന്റെ ആളുകളാണ് ഇയാളെ കുറിച്ച് വിവരം കൊടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒറ്റുകൊടുക്കുന്നത് എങ്കിൽ അവർക്ക് ഇരട്ടി തുക ലഭിക്കും എന്ന് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ലഘുലേഖകളിലൂടെ വിതരണം ചെയ്ത് അറിയിക്കുകയാണ്. സാധാരണ സിവിലിയന്മാരാണെങ്കിൽ $4 ലക്ഷം ഹമാസിന്റെ ഏതെങ്കിലും പ്രവർത്തകനോ നേതാക്കളോ ആണ് എങ്കിൽ $8 ലക്ഷം വരെ പ്രതിഫലമായിട്ട് കൊടുക്കും. സിൻവാറിന്റെ തലയ്ക്ക് വിലയിട്ട് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ലഘുലേഖകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് പ്രചരിക്കുകയാണ്. അതുപോലെ തന്നെ ഇസ്രായേൽ സൈന്യം ഗാസയിലും ഈ ലഘുലേഖകൾ ഇറക്കിയിട്ടുണ്ട്. ടെലഗ്രാം സന്ദേശം അയക്കാനും വാട്സപ്പിൽ മെസ്സേജ് അയക്കാനും കോൺടാക്ട് നമ്പർ അടക്കമുള്ളതാണ് ലഘുലേഖയിലുള്ളത്. ഇതിനിടെ ഇറാനുമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിരിക്കുകയാണ്. ഹമാസിന് ബർത്ത്ഡേ സമ്മാനമായി ഇറാൻ $100 മില്യൺ പണം ബാങ്ക് ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ ഒരു വെബ് റെസീറ്റ് ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടു. ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള കുറിപ്പിൽ ഇപ്രകാരമാണ് പറയുന്നത്: പ്രിയ ഹമാസ്, എല്ലാ വർഷവും പോലെ ഇതാ നിങ്ങളുടെ ജന്മദിന സമ്മാനം ഇറാൻ നൽകുന്നു. ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക, വിശ്വസ്തയോടെ നിങ്ങളുടെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്നുള്ള കുറിപ്പോടെ ഇപ്പോൾ അത് പുറത്തു വന്നിരിക്കുകയാണ്. വെബ് റെസീറ്റാണ്. ഹമാസിന് ഇറാന്റെ ബർത്ത്ഡേ സമ്മാനമായിട്ട് $100 മില്യൺ കൊടുത്തിരിക്കുന്നത്. മറ്റൊരു യുദ്ധഭൂമിയിൽ നിന്നുള്ള അപ്ഡേറ്റ്: അൽ ജസീറയുടെ ക്യാമറമാൻ കൊല്ലപ്പെട്ടു ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ. അൽ ജസീറ അറബ് മാധ്യമമാണ്, ഇസ്ലാമിക് മാധ്യമമാണ്. ഏറ്റവും പ്രബലമായിട്ടുള്ള, നമുക്കറിയാം, ബിൻ ലാദന്റെ വരെ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂകളും അതുപോലെ വാർത്തകളുമൊക്കെ പുറത്തു കൊണ്ടുവന്നിരുന്ന അൽ ജസീറ ചാനലിൻ്റെ ജേർണലിസ്റ്റ് ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ടു. ഇയാളുടെ മൃതദേഹം തെക്കൻ ഗാസയിൽ ഇന്ന് സംസ്കരിച്ചു. നിരവധി പേർ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. തെക്കൻ ഗാസയുടെ നഗരമായ ഖാൻ യൂനിസിൽ അൽ ജസീറ ക്യാമറമാൻ സമീർ അബ്ദുദ്ദാക്കായുടെ മൃതദേഹമാണ് നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത് സംസ്കാരം നടത്തിയത്. എന്നാൽ സിവിലിയന്മാരെയും പത്രപ്രവർത്തകരെയും സംരക്ഷിക്കുന്നതിന് എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഇത് അബദ്ധത്തിൽ സംഭവിച്ചതാണ് എന്നാണ് ഇസ്രായേൽ സൈന്യം പറഞ്ഞത്. ഒരു യുദ്ധത്തിൽ എപ്പോഴും എല്ലാ കാര്യങ്ങളും നമുക്ക് ഉറപ്പുവരുത്തുവാൻ സാധിക്കുകയില്ല. ഇത്തരം അപകടകരമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നും ഒരു അകലം പാലിക്കുകയാണ് എപ്പോഴും നല്ലത്. ഇസ്രായേലിന്റെ സൈനികർ തന്നെ കൊലപ്പെട്ട വിവരങ്ങൾ ഇസ്രായേൽ ചൂണ്ടിക്കാണിക്കുന്നു. അതുപോലെ സ്വന്തം ബന്ദികൾ ഇസ്രായേൽ ബന്ദികളെ ഇസ്രായേൽ സൈന്യം തന്നെ തെറ്റിദ്ധരിക്കപ്പെട്ട് ഹമാസിന്റെ ക്യാമ്പിൽ വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവവും ഉണ്ട്. 3 ബന്ദികളെയാണ് ഇസ്രായേൽ സൈന്യം തന്നെ ഇത്തരത്തിൽ ഹമാസിന്റെ ചാവേറുകളെന്ന് പെട്ടെന്ന് തെറ്റിദ്ധരിച്ച് വെടി ഉതിർത്ത് കൊലപ്പെടുത്തിയത്. അതിനിടെയാണ് ഇപ്പോൾ അൽ ജസീറയുടെ ക്യാമറമാൻ കൊല്ലപ്പെട്ടത്. അൽ ജസീറയുടെ മറ്റൊരു ജേർണലിസ്റ്റിനും വ്യോമാക്രമണത്തിൽ പരിക്കുണ്ട്. ഈ സംഭവത്തിൽ ക്യാമറമാൻ കൊല്ലപ്പെട്ടതിലും സഹപ്രവർത്തകൻ വെയിൽ അൽ ദഹൂന് പരിക്കേറ്റതിനെയും ഇപ്പോൾ അൽ ജസീറ മീഡിയ നെറ്റ്വർക്ക് അപലപിച്ചിരിക്കുകയാണ്. ഇസ്രായേലിന്റെ യുദ്ധത്തിൽ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് നേരെ എന്നുള്ള അടിക്കുറിപ്പോടെ തന്നെ വലിയ രൂക്ഷമായിട്ടുള്ള പ്രതികരണം ഇപ്പോൾ നടത്തിയിരിക്കുകയാണ് അൽ ജസീറ നെറ്റ്വർക്ക്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.